അപ്പോൾ ഹലോ ഗൈസ്, വാട്സാപ്പിലോട്ട് നെസിൻ വെയിറ്റിൻ്റെ പുതിയൊരുലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ഫുള്ള് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ വേറൊരു സിറ്റിയിലേക്ക് പോകാൻ പോവാണ്. അവിടെ ഇതേപോലെ നല്ല ഇത് വേറെ സിറ്റിയല്ല, നമ്മുടെ ഗൾഫിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് എൻ്റെ മറ്റേ ലംബോർഗിനിയും കൂടി കൊണ്ടുപോകണം. അതില്ല, കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പം ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ കുറേ കാലമായി വണ്ടി ഓടിച്ചിട്ട്. അല്ലെങ്കിൽ കുറേ കാലം പതുങ്ങിയിരിക്കുമായിരുന്നു ഞാൻ. ഇനി മറ്റേത് വിളിക്കട്ടെ, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് രാഹുലിനെ വിളിച്ചിട്ട് പറയാം. രാഹുലിനെ വിളിച്ചിട്ടുണ്ട്, അവനിപ്പോൾ കൊണ്ടുതരും പോലും. അവൻ കാറ് കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അവർ പിക്ക് ചെയ്തോളും എന്ന് പറയുന്നത് ആ വലിയ ഫ്ലൈറ്റിൽ. ഇത് പ്രൈവറ്റ് ജെറ്റാണ്. പ്രൈവറ്റ് ജെറ്റൊന്നുമല്ല, ഡ്രൈവറുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, എന്നാൽ പിന്നെ പുറപ്പെട്ടിട്ട് വേണം. നമ്മുടെ വണ്ടി അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. കുറേ നേരം എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ പിന്നെ അത്യാവശ്യം ദൂരെയാണ് പോകുന്നത്. ഈ സിറ്റി മുകളിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ മോനെ നല്ല ഹൈറ്റിലാണ് ഇത് വറക്കുന്നത് കേട്ടോ. ഈ പൈലറ്റ് ആൾ കില്ലാടിയാണല്ലോ. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇത് കുറേ നേരം പിടിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഗൾഫിലെത്തിയിട്ടുണ്ട് ഗൈസ്. അവിടുത്തെ വീട് പോലെ തന്നെയാണ്. പിന്നെ ഇതാണ് എൻ്റെ കാറ്. ഗൾഫിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറായിരുന്നു ഇത്. ഞാൻ പണ്ട് ഇതിൽ നല്ല സ്പീഡാണ് കേട്ടോ, നല്ല സ്പീഡാണ്. ലുക്ക് അത്ര വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ലംബോർഗിനിയാണ്, ലംബോർഗിനി ടെർസോ. പിന്നെ നമ്മുടെ GTR ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നല്ല സിറ്റിയാണ് ഗൈസ്, പോളി സിറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കണ്ടോ, ഇവിടെ ഫുള്ള് മരമാണ്. മരവും ഡേസ്റ്റ്ബിന്നെല്ലാം വെച്ചിട്ട്. പിന്നെ ഇത് നമ്മുടെ കാർ ഇടാനുള്ള സ്ഥലം. പക്ഷേ ഞാനിപ്പോൾ കാറ് അവിടെ ഇടുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഈ വണ്ടിക്ക് ഞാനിപ്പോൾ പതിയെ ഓടിക്കുന്നതുകൊണ്ട് സ്പീഡില്ലാന്നാണ്. ഇതിൻ്റെ സ്പീഡ് ശരിക്കും ഒന്ന് പറക്കാനുണ്ട്. പിന്നെ പോലീസ് ഓടിക്കുന്നതില്ല, പോലീസ് സ്റ്റേഷനാണ് ഇവിടെ. ഇപ്പോൾ കണ്ട ബസ് സ്റ്റോപ്പെല്ലാം ഉണ്ട് ഇവിടെ. ബസ് സ്റ്റോപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അതേ കാർസ് പോലെ തന്നെയാണ്. അയ്യോ, ഏതോ ഒരു വണ്ടീൻ്റെ ബാക്കിൽ പോയി ഇടിച്ചു. ഒന്നും അറിയാത്ത പോലെ ആ വണ്ടിയുടെ എന്തെല്ലോ ഇളകിപ്പോയി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇളകിപ്പോകുന്ന സാധനമൊന്നുമല്ല, ഇതെല്ലാം ക്വാളിറ്റി സാധനമാണ്. ഇതൊക്കെ കണ്ട എൻ്റെ സിറ്റി നോക്കിയേ, സിറ്റി പൊളിയല്ലേ. അയ്യോ, ഡാമെല്ലാം ഒടിച്ചിട്ട് എന്തിൻ്റെ കേടാടി എനിക്ക്. ഇതൊക്കെ കണ്ട ബസ് സ്റ്റോപ്പെല്ലാം ഉണ്ട്, ബസ് സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ മോനെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതാ പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ റിച്ചാണ്. കണ്ടോ, റിച്ചാണ്, വെറും റിച്ചാണ് ഇവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബസ് സ്റ്റോപ്പെല്ലാം കാണാൻ പറ്റും. നമ്മുടെ സിറ്റിയല്ല, ആ സിറ്റിയിൽ പിന്നെ അതൊന്നുമില്ല. ഞാൻ പിന്നെ ഗൾഫിലായിരുന്നു ആദ്യം, അത് നിങ്ങൾക്കറിയില്ലേ. പിന്നെ ഇത് വേറൊരു വീടാണ്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഇവിടെയുള്ള. എത്ര കാലമായി സിറ്റി കണ്ടിട്ടെന്ന്. ഇതിലെ കൂടെ ഒരു പറക്കലുണ്ട് മോനെ, കണ്ടാ എന്തോരം വീടും സാധനമെല്ലാമാണെന്ന്. പിന്നെ ഇതിനൊന്നും പറ്റൂല, എത്ര സ്പീഡിൽ പോയിട്ട് അടിച്ചാലും. ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാ, എൻ്റെ ഈ വണ്ടീൻ്റെ സ്പീഡ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കണ്ടാ. പിന്നെ നമ്മുടെ ZX-10R കാര്യം പറയുവാണെങ്കിൽ അത് നമ്മുടെ ഫുള്ളായിട്ട് നശിച്ചു പോയി. ഇവിടുത്തെ കാർ ഷോറൂം കാണണോ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റെല്ലാം നോക്കിയേ. ഇത് കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഇവിടെ ഏതൊരു പുതിയ ബിൽഡിങ് വരുന്നുണ്ട്, അതാണ്. ഈ കാറിൻ്റെ ഒരു പാട്ട് പോലും ഇളകത്തില്ല. ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. പിന്നെ ഇതങ്ങനെ അധികം ആരുടെ അടുത്തൊന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഈ ലംബോർഗിനി എല്ലാം വളരെ കോമൺ ആണ്. ഓടിയും അല്ല, ബുഗാട്ടി ലംബോർഗിനി ഇവിടെ
അവിടെ എല്ലാം ഭയങ്കര റെയറല്ലേ, ഇവിടെ അതെല്ലാം ഒരു വിലയും ഇല്ല. ഇവിടെ റെയർ എന്ന് പറഞ്ഞാൽ അത് ഈ കാറിലാണ്. ഈ കാറും പിന്നെ ഇവിടെ ഈ സിറ്റിയിൽ ട്രാക്ടർ വരെയുണ്ട്. ട്രാക്ടർ അത് ഞാൻ പിന്നെ ഒരു ദിവസം അങ്ങോട്ടേക്കായിട്ട് പോവുക. എൻ്റെ മോനെ, ഇത് പൊളിച്ചല്ലേ, ഈ സിറ്റി പൊളിയാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയണേ. പിന്നെ നമുക്ക് ഈ സിറ്റിയിൽ തന്നെ ഇനി നിൽക്കാമെന്ന് വന്നു. ആ സിറ്റിയിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പോലീസെല്ലാം എന്നെ അന്വേഷിക്കുവാണ്. എന്തിനാണെന്ന് അറിയാവോ? അവരുടെ ജോലി പകുതിക്കിട്ട് പോയതിന്. അവരെ ഞാൻ രക്ഷിക്കണം പോലും. പിന്നെ ഞാനിപ്പോൾ രക്ഷിക്കാൻ പോവല്ലേ. പിന്നെ ഇത് ഒരു പൊളി സിറ്റിയാണ്, അവരൊക്കെ മോഡേൺ ടെക്നോളജിയാണ്. പിന്നെ എൻ്റെ പഴയ വീട് കാണിച്ചു തരണോ? ഈ മറ്റേ വീട് ഞാൻ പുതുതായിട്ട് എടുത്തതാണ്. എനിക്ക് 2 വീടുണ്ട് ഈ സിറ്റിയിൽ, 2 വീട്. ഇതെൻ്റെ പഴയ വീടാണ്. പഴയ വീട് ഞാൻ മറ്റേതിലാണ് കിടന്നുറങ്ങൽ. ഈ വീടാണ് കുറച്ചും കൂടി വലിയ വീട്. പക്ഷെ ഞാൻ മറ്റേ വീടാണ് ഇപ്പോൾ യൂസ് ചെയ്യൽ. കാരണം ഈ വീട് കുറച്ച് പഴക്കമായിപ്പോയി. ഈ വീട് കുറച്ച് പഴക്കമായിപ്പോയി. വലിപ്പത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് നോക്ക് ഗൈസ്, എന്നിട്ട് പറ. ഇവിടെ വെറുതെ ഒരു റൂം, പിന്നെ ഇവിടെ TV, ബെഡ്റൂം. എൻ്റെ മോനെ, ഇവിടെ സോഫ. അവിടെ കണ്ട കിച്ചണിലും ഉണ്ട്. ഇവിടെ കിച്ചൺ വരെ ഉണ്ട്. ജിമ്മില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ജിമ്മിൽ പോകേണ്ടതുകൊണ്ട് മാത്രം അവിടെ പോയി. കണ്ട ടെറസാണെങ്കിൽ നോക്കി, കണ്ട എൻ്റെ അടുത്ത് പിന്നെ വെപ്പൺസ് എല്ലാം ഉണ്ട്. പിസ്റ്റലുണ്ട്. ഇവിടെ പിസ്റ്റലെല്ലാം എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അത് മറ്റൊരു കാര്യം. അത് ശരിയാ, എൻ്റെ അടുത്ത് പിസ്റ്റൽ ഇപ്പോഴും ഉണ്ട്. കണ്ട പിസ്റ്റൽ ഇപ്പോഴും ഉണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുതിയൊരു സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീണ്ടും കണ്ടിട്ടാ. ഇറ്റ്സ് മീ നസീം സൈനിങ് ഓഫ്.